9ാമത്തെ അധ്യായമായ ചലനം എന്നുള്ള അധ്യായമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ മാത്രം എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതുപോലെ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെന്ന ബോധ്യം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. 8ാം ക്ലാസ് സയൻസിലെ 9ാമത്തെ ചാപ്റ്ററായ ചലനം എന്നുള്ള ചാപ്റ്ററിലേക്ക് നമുക്ക് നേരെ പോവാം. ആദ്യം തന്നെ ഇവിടെ 2 ഡയലോഗാണ്. ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഒരു ഡയലോഗാണ്. സാർ, ഉയരുന്ന ഈ വിമാനം എത്ര പെട്ടെന്നാണ് ദൃഷ്ടിയിൽ നിന്ന് അകന്നു പോകുന്നത്? അപ്പോൾ അധ്യാപകൻ പറയുകയാണ്, ഇതിൽ അത്ര അത്ഭുതപ്പെടാനൊന്നുമില്ല, നമ്മളും ഉയർന്ന വേഗത്തിൽ തന്നെയാണല്ലോ സഞ്ചരിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥി ചോദിക്കുകയാണ്, അതെങ്ങനെയാണ് സാർ, നമ്മളിപ്പോൾ നിശ്ചലാവസ്ഥയിലല്ലേ? അപ്പോൾ അധ്യാപകൻ പറയാണ്, അല്ല, നമ്മളിപ്പോൾ ചലിച്ചു കൊണ്ടിരിക്കുകയാണ്. ഒരു വസ്തു ചലനാവസ്ഥയിലാണോ നിശ്ചലാവസ്ഥയിലാണോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? ഒരു വസ്തു ചലനാവസ്ഥയിലാണോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണോ എന്ന് തീരുമാനിക്കുന്നത് അതിൻ്റെ അവലംബക വസ്തുവാണ്. നമ്മൾ അവലംബക വസ്തുവിനെ അനുസരിച്ചാണ് ഒരു വസ്തു ചലിക്കുകയാണോ അതോ ചലിക്കാതിരിക്കുകയാണോ, നിശ്ചലാവസ്ഥയിലാണോ ചലിക്കുകയാണോ എന്ന് തീരുമാനിക്കുന്നത് അവലംബക വസ്തുവിനെ ആസ്പദമാക്കിയിട്ട്. നമുക്ക് എന്താണ് അവലംബക വസ്തു എന്നുള്ളത് നോക്കാം. അത് വിശദമായിട്ട് തന്നെ നോക്കാം. ഇനി നമുക്ക് അവലംബക വസ്തു എന്താണ് എന്ന് നോക്കാം. ആദ്യം നമുക്ക് ഈ കോളത്തിൽ തന്ന ഉദാഹരണങ്ങൾ നോക്കാം, എന്നിട്ട് അവലംബക വസ്തു എന്താണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കൊന്നുകൂടി മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ സന്ദർഭങ്ങൾ പറയാം. ചലനാവസ്ഥയും നിശ്ചലനാവസ്ഥയും ടിക്ക് ചെയ്യാനാണ്. 1ാമത്തെ സന്ദർഭം എന്താണ്? ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലെ യാത്രക്കാരൻ ബസ്സിനെ അപേക്ഷിച്ച് എന്താണ്, ചലനാവസ്ഥയിലാണോ അതോ നിശ്ചലാവസ്ഥയിലാണോ? നിശ്ചലാവസ്ഥയിലാണ്. ബസ്സിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, നിശ്ചലാവസ്ഥയാണ്. എന്നാൽ റോഡിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ചലനാവസ്ഥയിലാണ്. അത് ഓടിക്കൊണ്ടിരിക്കുന്ന ബസ്സിലെ യാത്രക്കാരൻ ബസ്സിനെ അപേക്ഷിച്ച് എന്താണ്, നിശ്ചലാവസ്ഥയിലാണ്. അതായത് ബസ്സിനെ അപേക്ഷിച്ച് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, അയാൾ ചലിക്കുന്നില്ല. എന്നാൽ റോഡിന് വെച്ച് നോക്കുകയാണെങ്കിലോ, ബസ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ, ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് റോഡിന് വെച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം എന്താണ്, ചലനാവസ്ഥയിലാണ്. ഇനി മേഞ്ഞ് നടക്കുന്ന പശുവിൻ്റെ പുറത്തിരിക്കുന്ന പശുവിനെ വെച്ച് നോക്കുകയാണെങ്കിൽ കാക്ക എന്തുണ്ട്, ചലിക്കുന്നില്ല. കാക്ക നിശ്ചലാവസ്ഥയിലാണ്. എന്നാൽ തറയെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്, ഈ പശു നടക്കുന്നുണ്ട്, അപ്പോൾ അതിനനുസരിച്ച് കാക്കയും ചലിക്കുന്നുണ്ട്. അപ്പോൾ തറയെ വെച്ച് നോക്കുകയാണെങ്കിൽ അത് കാക്ക എന്താണ്, ചലനാവസ്ഥയിലാണ്. ഇനി വയൽ വരമ്പത്ത് നിൽക്കുന്ന കുട്ടിയാണെങ്കിലോ, തറയെ അപേക്ഷിച്ച് എന്താണ്, നിശ്ചലാവസ്ഥയിലാണ്. കാരണം വയലിൻ്റെ വരമ്പത്ത് നിൽക്കുകയാണ്, അപ്പോൾ നിശ്ചലാവസ്ഥയിലാണ്. എന്നാൽ സൂര്യനെ അപേക്ഷിച്ചാണെങ്കിലോ അത് ചലനാവസ്ഥയിലാണ്. കാരണം സൂര്യനെ അപേക്ഷിച്ചത് ചലിക്കുന്ന പോലെയാണ്. ഇനി കറങ്ങുന്ന മേശയിലിരിക്കുന്ന പുസ്തകമാണെങ്കിലോ, കറങ്ങുന്ന മേശയിലിരിക്കുന്ന പുസ്തകത്തെ സംബന്ധിച്ച് എന്താണ്, അത് നിശ്ചലാവസ്ഥയിലാണോ അതോ ചലനാവസ്ഥ? മേശയെ സംബന്ധിച്ച് അതെന്താണ്, അത് നിശ്ചലാവസ്ഥയിലാണ്. എന്നാൽ തറയെ സംബന്ധിച്ച് എന്താണ്, അത് ചലനാവസ്ഥയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും ഉദാഹരണങ്ങൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ്, നമ്മൾ 2 പോയിൻ്റുകൾ എടുത്തു നോക്കിയാൽ ഒരു പോയിൻറ്റിനെ സംബന്ധിച്ച് അത് ചലനാവസ്ഥയിലാണ്, മറ്റൊരു പോയിൻറ്റിനെ എടുത്തു നോക്കിയാൽ എന്താണ്, അത് നിശ്ചലാവസ്ഥയിലാണ്. ഇതാണ് ആ കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് എന്തായി, പട്ടിക നോക്കിയതിൽ നിന്ന് എന്ത് ചെയ്യും, ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മറ്റേതെങ്കിലും വസ്തുവിനെ അടിസ്ഥാനമാക്കണം. അപ്പോൾ ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ മറ്റൊരു വസ്തുവിനെ അടിസ്ഥാനമാക്കണം. അപ്പോൾ മറ്റൊരു വസ്തുവിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അടിസ്ഥാനമാക്കിയ ഈ വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അവലംബക ബോഡി അല്ലെങ്കിൽ റഫറൻസ് ബോഡി എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയണമെങ്കിൽ എന്താണ്, മറ്റേതെങ്കിലും ഒരു വസ്തുവിനെ അടിസ്ഥാനമാക്കണം. അപ്പോഴാണ് നമുക്കൊരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ അടിസ്ഥാനമാക്കിയ ഈ വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റഫറൻസ് ബോഡി അല്ലെങ്കിൽ അവലംബക വസ്തു എന്ന് പറയുന്നത്. ഇനി ഒന്നും കൂടി പറയാം. അതിൻ്റെ ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ, ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നാം ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കിയെടുത്തത് ആ വസ്തുവാണെന്ത്,
അവലംബക വസ്തു എന്ന് പറയുന്നത്. ഒരു വസ്തുവിൻ്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ പ്രതിപാദിക്കാൻ നമ്മൾ ഏതൊരു വസ്തുവിനെയാണോ അടിസ്ഥാനമാക്കിയെടുത്തത്, നമ്മൾ അടിസ്ഥാനമാക്കിയെടുക്കുന്ന വസ്തു, അപ്പോൾ ഏത് വസ്തുവിനെയാണോ നമ്മൾ അടിസ്ഥാനമാക്കിയെടുത്തത് ആ വസ്തുവാണെന്ത്? അവലംബക വസ്തു. അപ്പോൾ അവലംബക വസ്തു അടിസ്ഥാനമാക്കിയാണ് നമ്മളെന്ത് ഒരു വസ്തു ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ നമ്മളൊരു വസ്തു ചലനാവസ്ഥയിലാണോ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിലാണോ, അല്ലെങ്കിൽ ചലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ചലിക്കുന്നില്ലയോ എന്ന് തീരുമാനിക്കാൻ എന്ത് ചെയ്യും? നമ്മളൊരു മറ്റൊരു വസ്തുവിനെ അടിസ്ഥാനമാക്കിയെടുക്കും. അതിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് ചലിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ആ വസ്തുവിനെയാണ്, ഇങ്ങനെ അടിസ്ഥാനമാക്കിയെടുക്കുന്ന ആ വസ്തുവിനെയാണ് നമ്മളെന്ത് പറയുന്നത്? അവലംബക വസ്തു എന്ന് പറയുന്നത്. ഇത് കൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാനാണ് ഞാൻ ആ ടേബിളിലെ ഉദാഹരണം പറഞ്ഞത്. അപ്പോൾ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. ദൂരവും സ്ഥാനാന്തരവും, ഡിസ്റ്റൻസ് ആൻഡ് ഡിസ്പ്ലേസ്മെൻറ്റ് എന്നുള്ള അടുത്ത പോയിന്റിലേക്ക് പോവാം. ഇവിടെ നമുക്കൊരു ഉദാഹരണം പറയാം. ഒരാൾ ഒരു ഓഫീസിൽ പോയപ്പോഴും വന്നപ്പോഴുമുള്ള വഴികൾ ഒരു ചിത്രത്തിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചിത്രം നോക്കിയിട്ട് തന്നെ ഇതും പഠിക്കാം. അയാളൊരു ഓഫീസിൽ എങ്ങനെ പോയി? ആദ്യം 420 മീറ്റർ നടന്നു പോയി, പിന്നീട് 660 മീറ്റർ നടന്നു, പിന്നെ 300 മീറ്റർ നടന്നു, 600 മീറ്റർ നടന്നു. ഇങ്ങനെ റൗണ്ട് ഒരു സർക്കിളായിട്ട് എന്ത് ചെയ്തു? ഇങ്ങനെ നടന്ന് പോയി. അതായത് ഒരു സ്ഥലത്ത് കൂടി അങ്ങനെ പോയി തിരിച്ചു വന്നു. അപ്പോൾ അതൊരു റൗണ്ട് പ്രക്രിയ, ഒരു ചാക്രിക രീതിയിലാണ് എന്ത് അയാൾ പോയി വന്നത്. ഇനി ഇതിലെ കൺസെപ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം മൊത്തം സഞ്ചരിച്ച ഈ ദൂരം, അതായത് 600, 300, 420, 660, ഇങ്ങനെ മൊത്തം ഇയാൾ സഞ്ചരിച്ചതിനെയാണ് നമ്മളെന്ത് പറയുന്നത്? അല്ലെങ്കിൽ ആ സഞ്ചാര പാതയുടെ നീളത്തെയാണ് നമ്മളെന്ത് പറയുന്നത്? ദൂരം എന്ന് പറയുന്നത്. അയാൾ എവിടുന്ന് തുടങ്ങി തിരിച്ചവിടേക്ക് വരുന്നത് വരെ അയാൾ സഞ്ചരിച്ച ആ സഞ്ചാര പാതയുടെ നീളത്തെയാണ് നമ്മളെന്ത് പറയുന്നത്? ദൂരം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ചിത്രത്തിൽ പറയുകയാണെങ്കിൽ 600, 300, 660, 420 ഇതെല്ലാം കൂട്ടിയ അളവാണെന്ത്? ദൂരം എന്ന് പറയുന്നത്. അയാൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത് ഈ എല്ലാ അളവുകളും കൂട്ടിയ ദൂരമാണെന്ത്? അയാൾ സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. അതായത് അയാൾ സഞ്ചാരപാതയാണിത്. സഞ്ചാരപാതയുടെ നീളമാണെന്ത്? ദൂരം എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? അയാൾ തുടങ്ങിയ, അതായത് യാത്ര തുടങ്ങിയ അവിടുന്ന് യാത്ര അവസാനിപ്പിച്ച അവിടേക്ക്, അതിൽ യാത്ര ഒരിടത്തുനിന്ന് തുടങ്ങി യാത്ര അവസാനിപ്പിച്ച സെൻ്ററുണ്ട്. അയാൾ വീട്ടിൽ നിന്ന് ഒരു ഓഫീസിലേക്കാണ് പോയത്. പക്ഷേ അയാൾ പോയപ്പോൾ എന്ത് ചെയ്തു? അങ്ങനെ പോയി റേഷൻ കടയിലൊക്കെ കയറി അങ്ങനെ പോയി ആ ഓഫീസിലെത്തി. പിന്നെ തിരിച്ചെന്ത് ചെയ്തു? അങ്ങനെ അപ്പുറത്ത് കൂടി വേറെ ലൈബ്രറി അങ്ങനെയൊക്കെ പോന്നിട്ട് അങ്ങനെയാണ് അയാൾ തിരിച്ച് വീട്ടിലെത്തിയത്. അപ്പോൾ അങ്ങനെ അയാൾ മൊത്തത്തിൽ സഞ്ചരിച്ച ആ നീളം അല്ലെങ്കിൽ ആ സഞ്ചാരപാതയുടെ നീളത്തെയാണ് നമ്മൾ ദൂരം എന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കുക. ഇനി എന്താണ്? ഇനി നമ്മൾ അയാളെ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യുക? അയാളെ ഓഫീസിലേക്കാണല്ലോ പോയത്. ആ ഓഫീസിലേക്കുള്ള നേർരേഖയിലുള്ള ദൂരം, അല്ലെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ അയാൾ തുടങ്ങിയ ആ സ്ഥാനത്ത് നിന്ന് അവസാനിപ്പിച്ച ആ സ്ഥാനത്തേക്കുള്ള നേർരേഖയുള്ള ദൂരത്തെയാണ് നമ്മളെന്ത് പറയുന്നത്? അല്ലെങ്കിൽ ആ നേർരേഖയുള്ള ആ ഒരു ദൂരത്തെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ 480 മീറ്ററാണ്. ദൂരം എന്ന് പറഞ്ഞാൽ അയാൾ ഇത്രയും ദൂരം 600, 900, 1320, 1380, 1980 മീറ്ററാണ് അയാളുടെ ദൂരം. സഞ്ചാരപാതയുടെ നീളമാണെന്ത്? ദൂരം 1980 മീറ്റർ. എന്നാൽ ഇവിടെ സ്ഥാനാന്തരം എന്ന് പറയുമ്പോൾ ഏതാണ് നമ്മൾ എടുക്കുക? ആ തുടങ്ങിയ മുതൽ അവസാനിക്കുന്നത് വരെയുള്ള ആ നീളമാണ് എന്ത് നമ്മൾ സ്ഥാനാന്തരമായിട്ട് എടുക്കുക. അത് എത്രയാണ്? 480 മീറ്ററാണ്. ഇതാണ് ഇപ്പോൾ ഉദാഹരണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ഡെഫിനിഷൻസ് പഠിച്ചു പോവാം. സഞ്ചരിച്ച പാതയുടെ നീളമാണെന്ത്? ദൂരം എന്ന് പറഞ്ഞത്. നമ്മളിപ്പോൾ പറഞ്ഞതാണ്. മൊത്തം സഞ്ചരിച്ച ആ പാതയുടെ നീളത്തെയാണ് നമ്മൾ ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ സഞ്ചരിച്ച പാതയുടെ നീളമാണെന്ത്? ദൂരം എന്ന് പറയുന്നത്. ഇനി സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം. സ്ഥാനാന്തരത്തിന് എന്തുണ്ട്? ദിശയുമുണ്ട്, പരിമാണവുമുണ്ട്. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്ററാണ്. അപ്പോൾ പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണെന്ത്? സ്ഥാനാന്തരം എന്ന്
പറയുന്നത്. ആദ്യ സ്ഥാനം എന്ന് പറഞ്ഞാൽ അയാൾ തുടങ്ങിയത് അയാളെ വീട്ടിൽ നിന്നാണ്, അയാൾക്ക് പോകേണ്ടത് ഓഫീസിലേക്കാണ്. അപ്പോൾ അയാളെ വീട്ടിൽ നിന്ന് ആ ഓഫീസിലേക്കുള്ള നേർരേഖാ ദൂരമാണ് എന്ത്, സ്ഥാനാന്തരം എന്ന് പറയുന്നത്. എന്നാൽ ദൂരം എന്ന് പറയുന്നത് എന്താണ്, അയാൾ സഞ്ചരിച്ച പാതയുടെ നീളമാണ്. അയാൾ അത് ഏതിലൊക്കെ വളഞ്ഞു പോയോ അതിൻ്റെ നീളമാണെന്ത്, ദൂരം എന്ന് പറയുന്നത്. എന്നാൽ എന്താ പറയുക, സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ എന്താണ്, അയാൾ തുടങ്ങിയത് മുതൽ അവസാനിപ്പിക്കുന്നത് വരെയുള്ള നേർരേഖാ ദൂരമാണെന്ത്, സ്ഥാനാന്തരം. ഈ രണ്ട് കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ. അപ്പോൾ ഇനി എന്താണ്, സ്ഥാനാന്തരത്തിന് എന്താണ്, ദിശയുണ്ട് പരിമാണവുമുണ്ട്. സ്ഥാനാന്തരത്തിന് എന്താണ്, ദിശയും പരിമാണവുമുണ്ട്. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് ഏതാണ്, മീറ്ററാണ്. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് ഏതാണ്, മീറ്ററാണ്. സ്ഥാനാന്തരത്തിന് ദിശയും പരിമാണവുമുണ്ട്. ഇനി നമ്മൾ ഇവിടെ സന്ദർഭം പറയണത്, കല്ല് ഏറ്റവും മുകളിലേക്ക് എത്തുമ്പോൾ കല്ല് തിരികെ കയ്യിലെത്തുമ്പോൾ കല്ല് സഞ്ചരിച്ച ദൂരം കല്ലിനുണ്ടായ സ്ഥാനാന്തരം നമ്മളോട് അളന്നൊരു പരീക്ഷണമായിട്ട് എഴുതാനാണ് പറഞ്ഞത്. ഇനി ഇവിടെ കുട്ടിയൊരു പുസ്തകത്തിൽ 0 എന്നുള്ളത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരമ്മ ചോദിക്കുകയാണ്, ഇന്നെന്താ നിനക്ക് സ്കോറ് 0 കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ മറുപടി എന്താണ്, അല്ല അമ്മ, ഇന്ന് ഞങ്ങളുടെ മാഷ് സ്ഥാനാന്തരം പഠിപ്പിച്ചു. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് പോയി തിരികെ എത്തിയപ്പോഴുള്ള സ്ഥാനാന്തരം ഞാൻ എഴുതി കാട്ടിയതാണ്. നമ്മളാ പറഞ്ഞ സർക്കിള് നേരത്തെ ഉദാഹരണത്തിൽ നമുക്ക് മനസ്സിലായതാണ്. അപ്പോൾ കുട്ടി പറഞ്ഞതൊന്നും നമുക്ക് നോക്കാനല്ല, നമുക്ക് ആ സ്ഥാനാന്തരവും അതുപോലെ ദൂരം എന്നുള്ള ഈ രണ്ട് കൺസെപ്റ്റ് നിങ്ങൾക്ക് അവിടെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സ്ഥാനാന്തരത്തിൻ്റെ യൂണിറ്റ് മീറ്റർ ആണ് എന്നും കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത പോയിൻ്റ് നോക്കാം. ഇനി എപ്പോഴും എന്താണ് സ്ഥാനാന്തരം, നമ്മൾ പറഞ്ഞു സ്ഥാനാന്തരത്തിന് എന്തുണ്ട്, ദിശയുമുണ്ട് പരിമാണവും ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ദിശയും പരിമാണവും ഉണ്ട് സ്ഥാനാന്തരത്തിന് എന്ന് നമ്മൾ അവിടെ പറഞ്ഞതാണ്. അപ്പോൾ സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ എന്താണ്, സഞ്ചരിച്ച ദൂരത്തിൻ്റെ പരിമാണത്തോടൊപ്പം ദിശയും കൂടി സൂചിപ്പിച്ചാൽ മാത്രമാണ് പൂർണ്ണമാവുകയുള്ളൂ. നമ്മൾ സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ എപ്പോഴും എന്താണ്, സഞ്ചരിച്ച ദൂരത്തിൻ്റെ പരിമാണത്തോടൊപ്പം എന്ത് ചെയ്യണം, ദിശയും കൂടി സൂചിപ്പിക്കണം. അപ്പോഴാണത് പൂർണ്ണമാവുകയുള്ളൂ. ഇത്തരത്തിൽ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളെയാണ് നമ്മളെന്ത് പറയുന്നത്, സദിശ അളവുകൾ എന്ന് പറയുന്നത്. പ്രധാന പോയിൻ്റാണ്, പ്രീവിയസ് ക്വസ്റ്റ്യനാണ്. അപ്പോൾ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന അളവുകളെയാണ് നമ്മളെന്ത് പറയുന്നത്, സദിശ അളവുകൾ, സദിശ അളവുകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ്. സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഇനി ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളെയാണ് നമ്മളെന്ത് പറയുന്നത്, അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റീസ്. അദിശ അളവുകൾ അല്ലെങ്കിൽ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം പോയിൻ്റ്, സദിശ അളവും അദിശ അളവും വളരെ പ്രധാന പോയിൻ്റാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യേണ്ടതാണ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ വന്ന ഒരു ഭാഗമാണ്. അപ്പോൾ സ്ഥാനാന്തരം പ്രസ്താവിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, പരിമാണത്തോടൊപ്പം, പരിമാണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അളവിനെയാണ് പറയുന്നത്. അപ്പോൾ പരിമാണത്തോടൊപ്പം, ഇതിൻ്റെ പരിമാണം എന്ന് പറഞ്ഞാൽ മീറ്ററാണ്. അപ്പോൾ പരിമാണത്തോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, ദിശ കൂടി സൂചിപ്പിക്കണം. എന്നാൽ മാത്രമാണ് എന്ത്, സ്ഥാനാന്തരം പൂർണ്ണമാകുകയുള്ളൂ. അപ്പോൾ ഇങ്ങനെ സ്ഥാനാന്തരം നമ്മൾ പറയുമ്പോൾ ദിശയോടൊപ്പം എന്ത് ചെയ്യും, പരിമാണത്തോടൊപ്പം ദിശയും പറയണം. അപ്പോൾ ഇതുപോലെ എന്ത് ചെയ്യണം, ഏതെങ്കിലും ഒരു സംഭവത്തിൻ്റെ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ടി വരുന്ന ഭൗതിക അളവുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സദിശ അളവുകൾ എന്ന് പറയുന്നത്. സദിശ, ദിശ പ്രസ്താവിക്കുന്ന അളവുകൾ, സദിശ അളവുകൾ. അപ്പോൾ പരിമാണത്തോടൊപ്പം ദിശ കൂടി പ്രസ്താവിക്കേണ്ട അളവുകളെ നമ്മൾ എന്ത് പറയുന്നു, സദിശ അളവുകൾ എന്ന് പറയും. ഇനി ഇത് ദിശ പ്രസ്താവിക്കേണ്ടതില്ലാത്ത ഭൗതിക അളവുകളെ നമ്മൾ എന്ത് പറയും, ആ ദിശ അളവുകൾ, ആ ദിശ അളവുകൾ. പേരിൽ തന്നെ അത് കണക്ട് ചെയ്യാം. ആ ദിശ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ദിശ ആവശ്യമില്ല. സ ദിശ എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്, ദിശ പറയണം. അപ്പോൾ ആ കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് എഴുതിയിരിക്കുന്നു. ഇനി അതിൻ്റെ ഇംഗ്ലീഷ് പേര് സദിശ അളവുകൾക്ക് വെക്റ്റർ ക്വാണ്ടിറ്റി എന്നും അദിശ അളവുകൾക്ക് സ്കേലാർ ക്വാണ്ടിറ്റി എന്നുമാണ് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ പറഞ്ഞതാണ്. അപ്പോൾ ഈ സ്ഥാനാന്തരം അപ്പോൾ എന്താണ്, ഒരു സദിശ അളവാണ്. കാരണം എന്താണ്, സ്ഥാനാന്തരം നമ്മൾ പറയുമ്പോൾ എപ്പോഴും പരിമാണത്തോടൊപ്പം ദിശ കൂടി പറയണം. അപ്പോൾ സ്ഥാനാന്തരം എന്താണ്, സദിശ അളവാണ്. അപ്പോൾ ദൂരമാണെങ്കിലോ, ദൂരം അദിശ അളവാണ്. ദൂരം പറയുമ്പോൾ നമുക്ക് വെറും ആ മീറ്റർ അല്ലെങ്കിൽ കിലോമീറ്റർ മാത്രം പറഞ്ഞാൽ മതി, ദിശ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ദൂരം എപ്പോഴും എന്താണ്, അദിശ അളവാണ്. ആ ദിശ അളവാണ്, ദിശ പറയേണ്ടാത്ത അളവാണ്. അപ്പോൾ സ്ഥാനാന്തരമാണ്
നേർരേഖാചലനമാണ്. അപ്പോൾ എന്താണ് ദിശ പറയണം. അപ്പം അതുകൊണ്ട് എന്താണ് സ്ഥാനാന്തരം ദിശ അളവാണ്. ദിശ അളവാണ്. ദിശ കൂടി പറയേണ്ട അളവാണ് എന്ത്? സ്ഥാനാന്തരം. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഒരാൾ സഞ്ചരിച്ച ദൂരമാണ്. അതല്ല എയിൽ നിന്ന് ബിയിലേക്ക് 60 മീറ്റർ, ബിയിൽ നിന്ന് സിയിലേക്ക് എന്ത് ചെയ്തു 60 മീറ്റർ, സിയിൽ നിന്ന് ഡിയിലേക്ക് 30 മീറ്റർ, ഡിയിൽ നിന്ന് എയിൽ 100 മീറ്ററും കൂടി സഞ്ചരിച്ച് അയാൾ എവിടെ എത്തി? എയിലേക്ക് എത്തി. ഇനി ഇവിടെ ഒരു പോയിൻ്റ് പട്ടിക തന്നിട്ടുണ്ട്. ഇത് നമുക്ക് പൂരിപ്പിച്ചാൽ കുറച്ച് പോയിൻ്റ് കിട്ടും. അതിനാണ് ഇത് പൂരിപ്പിക്കാൻ പറയുന്നത്. അപ്പോൾ സഞ്ചരിച്ച ആളിൻ്റെ സ്ഥാനമാറ്റം ബിയിലേക്ക് എത്തുമ്പോൾ, സിയിലേക്ക് എത്തുമ്പോൾ, ഡിയിലേക്ക് എത്തുമ്പോൾ, തിരികെ എയിലേക്ക് എത്തുമ്പോൾ. അപ്പോൾ ആദ്യം നമുക്ക് പറയാം, ബിയിലേക്ക് എത്തുമ്പോൾ ആളിൻ്റെ ദൂരം എത്രയാണ്? എയിൽ നിന്ന് ബിയിലേക്ക് സഞ്ചരിക്കുമ്പോൾ എന്നാൽ എത്രയാണ്? 60 മീറ്ററാണ്. സിയിലേക്ക് എത്തുമ്പോഴോ? അപ്പോൾ സിയിലേക്ക് എത്തുമ്പോൾ 60ഉം 60ഉം 120 മീറ്ററായി. ഡിയിലേക്ക് എത്തുമ്പോൾ എത്രയായി? അത് 150 മീറ്ററായി. തിരിച്ച് എയിലേക്ക് എത്തുമ്പോൾ ടോട്ടൽ എത്രയായി? 150ഉം 100ഉം 250 മീറ്ററായി. ഇനി സ്ഥാനാന്തരം നോക്കാം. എയിൽ നിന്ന് ബിയിലേക്ക് എത്തുമ്പോൾ എന്താണ്? നമ്മൾ ആ നേർരേഖയിൽ തന്നെയാണ് ചലിക്കുന്നത്. അപ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ടും അവിടെ 60ആണ്. ഇനി ബിയിൽ നിന്ന് സിയിലേക്ക് എത്തുമ്പോൾ എത്രയാണ് വരുന്നത്? ബിയിൽ നിന്ന് സിയിലേക്ക് എത്തുമ്പോൾ അവിടെ സ്ഥാനാന്തരം വരുന്നത് 80ആണ്. ബിയിൽ നിന്ന് സിയിലേക്ക് എത്തുമ്പോൾ സ്ഥാനാന്തരം വരുന്നത് 80ആണ്. ഡിയിലേക്ക് എത്തുമ്പോഴോ? ഡിയിലേക്ക് എത്തുമ്പോൾ എത്രയാണ് വരിക? ഡിയിലേക്ക് എത്തുമ്പോൾ അത് 100ആണ് വരുന്നത്. 100 മീറ്ററാണ് വരുന്നത് ഡിയിലേക്ക് എത്തുമ്പോൾ. ഇനി അത് തിരിച്ച് എയിലേക്ക് തന്നെ വരുമ്പോൾ എത്രയാണ് സ്ഥാനാന്തരം? എയിലേക്ക് തന്നെ വരുമ്പോൾ എത്രയാണ് സ്ഥാനാന്തരം? എയിലേക്ക് തിരിച്ച് എയിലേക്ക് തന്നെ ഡിയിൽ നിന്ന് വരുമ്പോഴും സ്ഥാനാന്തരം സെയിം തന്നെയാണ്, 100 മീറ്ററാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ദൂരവും സ്ഥാനാന്തരവും ഒരുപോലെ വരുന്നുണ്ട്. അതായത് ബിയിലേക്ക് എത്തുമ്പോൾ എന്താണ്? ദൂരവും 60ആണ്, സ്ഥാനാന്തരവും 60ആണ്. അപ്പോൾ ഇങ്ങനെ ചില പോയിന്റുകളിൽ എന്തുണ്ട്? ദൂരവും സ്ഥാനാന്തരവും ഒരേപോലെ വരുന്നുണ്ട്. അപ്പോൾ അത്തരം സന്ദർഭങ്ങൾ ഏതാണ് എന്നുള്ളത് മനസ്സിലാക്കാനാണ് എന്ത് ഈ ഒരു കോളം നമുക്ക് തന്ന് പൂരിപ്പിക്കാൻ പറഞ്ഞത്, ഈ ചിത്രം വരച്ചിട്ട്. പിന്നെ നമുക്ക് അതിൻ്റെ പോയിന്റുകൾ നോക്കാം. ഇനി ഇവിടെ അടുത്തൊരു ഉദാഹരണം തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇനി നമുക്കതിൻ്റെ വിശദീകരണം നോക്കാം. ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലായിരിക്കുമ്പോൾ അതിൻ്റെ ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും അളവുകൾ തുല്യം ആയിരിക്കും. നമ്മൾ പറഞ്ഞു എയിൽ നിന്ന് ബിയിലേക്കുള്ള ദൂരവും 60ആണ്, സ്ഥാനാന്തരവും 60ആണ്. കാരണം എന്താണ്? അത് നേർരേഖയിലുള്ള സഞ്ചാരമായിരുന്നു. അല്ലെങ്കിൽ അപ്പോൾ ഒരു വസ്തു സഞ്ചരിക്കുന്നത് നേർരേഖയിലൂടെ ഒരേ ദിശയിലാണെങ്കിൽ എന്താണ്? അതിൻ്റെ ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും അളവുകൾ എന്താണ്? തുല്യമായിരിക്കും. ഈ വളഞ്ഞ് പൊളഞ്ഞ് പോകുമ്പോഴാണ് എന്ത് ദൂരവും സ്ഥാനാന്തരവും തമ്മിൽ വ്യത്യാസം വരുന്നത്. നേർരേഖയിൽ തന്നെ സഞ്ചരിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അതിൻ്റെ ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും അളവ് എപ്പോഴും തുല്യമായിരിക്കും. നേർരേഖയിലാകുമ്പോൾ ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും അളവുകൾ എപ്പോഴും തുല്യമായിരിക്കും. ഇപ്പോൾ ഇവിടെ വളഞ്ഞ് പൊളഞ്ഞ് പോകുമ്പോൾ മാത്രമാണ് എന്ത് ദൂര വ്യത്യാസം വരുന്നത്. ഓക്കെ, ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മളാ പറഞ്ഞ അതേ പോയിൻ്റാണ്. അപ്പോൾ ദൂരം എന്താണ്? അദിശ അളവാണ്. ദൂരം എന്താണ്? അദിശ അളവാണ്. അവിടെ നമുക്ക് ദിശ പറയാൻ കഴിയില്ല. കാരണം എന്താണ്? മൊത്തം സഞ്ചരിച്ച നീളമാണ് എന്ത്? ദൂരം. അപ്പോൾ നമുക്കവിടെ ദിശ പറയേണ്ട ആവശ്യമില്ല. എന്നാൽ സ്ഥാനാന്തരം എന്താണ്? നേർരേഖാ ചലനമാണ്. അതായത് ആരംഭത്തിൽ നിന്ന് അന്ത്യത്തിലേക്കുള്ള നമ്മൾ തുടക്കത്തിൽ, അതായത് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടുന്ന് അവസാനിപ്പിച്ച അവിടേക്കുള്ള ആ ബിന്ദുവിലേക്കുള്ള എന്താണ്? നേർരേഖാ ദൂരമാണെന്ത്? ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരമാണ് സ്ഥാനാന്തരം എന്ന് നമ്മൾ പറഞ്ഞു. സ്ഥാനാന്തരം പറയുമ്പോൾ എപ്പോഴും നമ്മൾ എന്താണ്? ദിശ പറയൽ നിർബന്ധമാണ്. അതുകൊണ്ട് സ്ഥാനാന്തരം എന്താണ്? സദിശ അളവാണ്. സ്ഥാനാന്തരം സദിശമാണ്. അപ്പോൾ ആ പോയിൻ്റ് നമ്മൾ മുകളിൽ പറഞ്ഞതാണ്, ഇവിടെ ഒന്ന് റിപ്പീറ്റ് ചെയ്തു എന്ന് മാത്രം. ഇനി നമുക്ക് അത് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അടുത്ത കൺസെപ്റ്റിലേക്ക് പോവാം. വേഗവും പ്രവേഗവും എന്താണെന്ന് നോക്കാം. സ്പീഡ് ആൻഡ് വെലോസിറ്റി, വേഗവും പ്രവേഗവും. ഇവിടെയും അതുപോലെ എന്തുണ്ട്? ഒരു പട്ടിക തന്നിട്ട് നമ്മളോട്
പൂരിപ്പിക്കാനുണ്ട്. മുകളിലത്തെ അതേ ഉദാഹരണം വെച്ച് എന്ത് ചെയ്യുക, ഇവിടെ ഞങ്ങൾ സമയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പട്ടിക പൂരിപ്പിക്കുക. ഇനി നമുക്ക് വേഗവും പ്രവേഗവും എന്താണ് എന്നുള്ള ആ കൺസെപ്റ്റ് നോക്കാം. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണെന്ത്? വേഗം. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണെന്ത്? വേഗം. ഇപ്പോൾ യൂണിറ്റ് സമയം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ 5 മിനിറ്റ് സമയം എടുക്കുകയാണെങ്കിൽ 5 മിനിറ്റ്, അല്ലെങ്കിൽ 1 മണിക്കൂർ, അല്ലെങ്കിൽ 10 സെക്കൻഡ്, അല്ലെങ്കിൽ 60 സെക്കൻഡ്, അങ്ങനെയൊക്കെ നമ്മൾ സമയം എടുക്കുകയാണെങ്കിൽ ആ സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരം ആണെന്ത്? വേഗം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടുന്ന് 5 മിനിറ്റ് കൊണ്ട് ബൈക്കിൽ പോവുകയാണെങ്കിൽ 1 കിലോമീറ്റർ പോയി എന്ന് വിചാരിക്കുക. അതാണെന്ത്? ദൂരം എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ഇവിടുന്ന് എവിടേക്കെങ്കിലും ഏതെങ്കിലും സ്ഥലത്തേക്ക് 5 മിനിറ്റ് കൊണ്ട് 1 കിലോമീറ്റർ ബൈക്കിൽ പോയി എന്ന് വിചാരിച്ചാൽ അതാണെന്ത്? ആ 1 കിലോമീറ്ററാണ് നമ്മൾ ദൂരം. ആ 1 കിലോമീറ്റർ ദൂരം എന്താണ്? എത്ര? അപ്പോൾ നമ്മളെന്താണ്? 5 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം, അല്ലെങ്കിൽ ആ സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണെന്ത്? വേഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് സഞ്ചരിച്ച ദൂരം എന്താണ്? 1 കിലോമീറ്റർ ആണെന്ന് വെക്കുക. അപ്പോൾ അതാണെന്ത്? അതിൻ്റെ വേഗം എന്ന് പറയുന്നത്. വേഗം നമ്മൾ എന്ത് ചെയ്യണം? അത് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡാക്കി മാറ്റണം. ഓക്കെ. അപ്പോൾ അതാണ് യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിച്ച ദൂരമാണ് നമ്മൾ വേഗം എന്ന് പറയുന്നത്. എന്നാൽ പ്രവേഗം എന്താണ്? യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണ്. ഇപ്പോൾ യൂണിറ്റ് സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണെന്ത്? പ്രവേഗം എന്ന് പറയുന്നത്. വേഗവും പ്രവേഗവും രണ്ടും യൂണിറ്റ് സമയം കൊണ്ടാണ്, പക്ഷേ സഞ്ചരിച്ച ദൂരം ആണെന്ത്? വേഗം. സമയത്തിലുണ്ടായ സ്ഥാനാന്തരമാണെന്ത്? പ്രവേഗം എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടും യൂണിറ്റ് സമയത്തിലുണ്ടായതാണ്, പക്ഷേ എന്താണ്? ആകെ സഞ്ചരിച്ച ദൂരം വേഗം. ദൂരത്തെ നമ്മൾ വേഗം എന്ന് പറയും. ആ സമയത്തിലുണ്ടായ സ്ഥാനാന്തരത്തെ നമ്മൾ പ്രവേഗം എന്നും പറയും. അപ്പോൾ ഇതാണ് വേഗവും പ്രവേഗവും തമ്മിലുള്ള വ്യത്യാസം. വേഗം കാണാനുള്ള സമവാക്യം എന്താണ്? വേഗം സമയം എന്താണ്? ദൂരം ബൈ സമയമാണ്. വേഗം കണ്ടെത്താനുള്ള സൂത്രവാക്യം എന്താണ്? ദൂരം ബൈ സമയമാണ്. ദൂരത്തെ സമയം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് വേഗം കിട്ടും. എത്ര ദൂരം സഞ്ചരിച്ചു, അത് എത്ര സമയം കൊണ്ട് എന്നതിനെ ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? അതിൻ്റെ വേഗം കിട്ടും. ഒരു വസ്തുവിൻ്റെ വേഗം കിട്ടും. ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ചാർട്ട് കാണുക. ഒരു വസ്തു എയിൽ നിന്ന് ബി വൈ സിയിലെത്തിയ പാത ചിത്രീകരിച്ചിരിക്കുന്നത് നോക്കൂ. അപ്പോൾ 60 മീറ്റർ എന്തുണ്ട്? 6 സെക്കൻഡ് കൊണ്ട് എത്തുന്നുണ്ട് എയിൽ നിന്ന് ബിയിലേക്ക്. എന്നാൽ ബിയിൽ നിന്ന് സിയിലേക്ക് എത്രയാണ്? 40 മീറ്റർ സഞ്ചരിക്കുന്നുണ്ട്. അത് 4 സെക്കൻഡ് കൊണ്ട് എത്തുന്നുണ്ട്. പിന്നെ എയിൽ നിന്ന് സിയിലേക്ക് 70 മിനിറ്റ് കൊണ്ട് 70 മീറ്റർ എത്തുന്നുണ്ട്. അത് എത്ര സെക്കൻഡ് കൊണ്ടാണ്? അപ്പോൾ ഇതിലെന്താണ്? ഇപ്പോൾ എ ആണ് നമ്മളെ ആദ്യ സ്ഥാനം ഇതിൽ എ ആണ്. അന്ത്യസ്ഥാനം സി ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ അല്ലെങ്കിൽ ദൂരം എന്ന് പറയുന്നത് എന്താണ്? ദൂരമല്ല. ഇവിടെ നമ്മൾ വേഗം കാണാൻ എന്ത് ചെയ്യണം? സഞ്ചരിച്ച ദൂരം 60, 40, 70 ഇത് മൂന്നിനെയും കൂട്ടിക്കൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ എത്ര സെക്കൻഡ് കൊണ്ടാണോ സഞ്ചരിച്ചത് അതുകൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വേഗം കിട്ടും. അപ്പോൾ വേഗം കിട്ടാൻ എന്താ ചെയ്യുക? സഞ്ചരിച്ച മൊത്തം ദൂരത്തെ സഞ്ചരിച്ച സമയം കൊണ്ട് ഹരിച്ചാൽ മതി. ഇനി ഇതിൻ്റെ പ്രവേഗം കിട്ടണമെങ്കിലോ? പ്രവേഗമാണെങ്കിൽ ആദ്യ സ്ഥാനത്തിൽ നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം എടുക്കുക. അതിനെ സമയം കൊണ്ട് ഹരിച്ചാലാണ് നമുക്ക് പ്രവേഗം കിട്ടുക. ഓക്കെ, അതാണ് ആ കൺസെപ്റ്റ്. ഇനി എന്താണ്? ഇവിടെ നമ്മൾ നേരത്തെ അതേ പറഞ്ഞ പോലെ ദൂരത്തിൻ്റെയും സ്ഥാനാന്തരത്തിൻ്റെയും കാര്യം പറഞ്ഞ പോലെ തന്നെ വേഗത എന്നുള്ളത് എന്താണ്? അദിശ അളവാണ്. പ്രവേഗം എന്നുള്ളത് എന്താണ്? സദിശ അളവാണ്. അപ്പോൾ പ്രവേഗം എന്ന് പറഞ്ഞാൽ അവിടെ സ്ഥാനാന്തരത്തിൻ്റെ ഇതാണ് നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് എന്താണ്? അത് സദിശ അളവാണ്. എന്നാൽ വേഗത എന്ന് പറഞ്ഞാലോ അവിടെ നമ്മൾ മൊത്തം സഞ്ചരിച്ച ദൂരത്തെ അടിസ്ഥാനമാക്കിയാണ് എടുക്കുന്നത്. അതുകൊണ്ട് എന്താണ്? അവിടെ അദിശ അളവാണ്. അപ്പോൾ നമ്മൾ ദൂരവും വേഗതയും എന്താണ്? അദിശ അളവാണ്. സ്ഥാനാന്തരവും പ്രവേഗവും സദിശ അളവാണ്. ഇത് പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോട്ടിക്കൽ മൈലും പഠിക്കാനുണ്ട്. അതിനു മുമ്പ് ഇവിടെ ഒരു കോളത്തിലുള്ളൊരു കാര്യമുണ്ട്, അതും കൂടിയും പഠിക്കും. ഒരു വസ്തു ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് ഏത് പാതയിലൂടെ സഞ്ചരിച്ചാലും ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള
നേർരേഖാ ദൂരമാണ് എന്ത് സ്ഥാനാന്തരം. നമ്മൾ മുകളിൽ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്, ആ കൺസെപ്റ്റാണ്. സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ ഒരു വസ്തു ഒരു സ്ഥാനത്ത് നിന്ന് മറ്റൊരു സ്ഥാനത്തേക്ക് ഏത് പാതയിലൂടെ എങ്ങനെ സഞ്ചരിച്ചാലും ആദ്യ സ്ഥാനവും അന്ത്യസ്ഥാനവും തമ്മിലുള്ള നേർരേഖാ ദൂരമാണ് എന്ത് സ്ഥാനാന്തരം എന്ന് പറയുന്നത്. നമ്മൾ പ്രവേഗം കണക്കാക്കുമ്പോൾ എന്ത് ചെയ്യും, വസ്തു യഥാർത്ഥത്തിൽ സഞ്ചരിച്ച പാതയല്ലെങ്കിൽ പോലും നമ്മൾ നേർരേഖാ ദൂരം കണക്കാക്കിയാണ് നമ്മൾ നേർരേഖാ ദൂരം തന്നെയാണ് നമ്മളെന്ത് സ്ഥാനാന്തരമായിട്ട് എടുക്കുന്നത്. അതനുസരിച്ചാണ് നമ്മൾ പ്രവേഗം കണക്കാക്കുന്നത്. അപ്പോൾ നമ്മൾ പ്രവേഗം കണക്കാക്കുമ്പോൾ എന്താണ്, വസ്തു യഥാർത്ഥത്തിൽ സഞ്ചരിച്ചതല്ല, വസ്തു വളഞ്ഞു പൊളഞ്ഞാണ് സഞ്ചരിച്ചിരിക്കുന്നതെങ്കിൽ കൂടി നമ്മൾ എന്ത് ചെയ്യും, ആ നേർരേഖാ ദൂരം എടുക്കും. അതാണ് അതിൻ്റെ സ്ഥാനാന്തരം. എന്നിട്ട് എന്ത് ചെയ്യും, അതിന് അടിസ്ഥാനമാക്കിയാണ് നമ്മൾ പ്രവേഗം കണക്കാക്കുക. യഥാർത്ഥ പാതയിലൂടെ സഞ്ചരിക്കാനെടുത്ത സമയം തന്നെയാണിത് ഉപയോഗിക്കേണ്ടത്. നമ്മളെന്ത് ചെയ്യണം, പ്രവേഗം കാണാൻ എന്താണ്, യഥാർത്ഥ സഞ്ചാരപാതയിലൂടെ സഞ്ചരിക്കാനെടുത്ത സമയം നമ്മളെടുക്കും. പക്ഷെ നമ്മൾ ദൂരം എപ്പോഴും എന്താണ്, നേർരേഖാ ദൂരമാണ് എടുക്കുക. അതായത് സ്ഥാനാന്തരത്തിൻ്റെ ദൂരമാണ് നമ്മൾ പ്രവേഗം കണക്കാക്കാൻ എടുക്കുക. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സമയം നമ്മൾ സാധാ പാതയിലൂടെ സഞ്ചരിച്ച അതേ സമയം എടുക്കും. പക്ഷേ നമ്മൾ ദൂരം എടുക്കുമ്പോൾ എന്ത് ചെയ്യും, സ്ഥാനാന്തരത്തിൻ്റെ ദൂരമാണ് എടുക്കുക പ്രവേഗം കണക്കാക്കാൻ. ഇനി നോട്ടിക്കൽ മൈൽ എന്താണെന്ന് നോക്കാം. വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള ഒരു യൂണിറ്റാണെന്ത്, നോട്ടിക്കൽ മൈൽ എന്ന് പറയുന്നത്. നമ്മൾ വ്യോമയാന ഗതാഗത രംഗത്തും സമുദ്ര ഗതാഗത രംഗത്തും ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണെന്ത്, നോട്ടിക്കൽ മൈൽ. ഇനി ഒരു നോട്ടിക്കൽ മൈൽ എന്നത് എത്രയാണ്, 1.852 കിലോമീറ്ററാണെന്ത് ഒരു നോട്ടിക്കൽ മൈൽ. പ്രധാന പോയിൻ്റാണ്, ഒരു നോട്ടിക്കൽ മൈൽ എന്നത് എത്രയാണ്, 1.852 കിലോമീറ്ററാണെന്ത് ഒരു നോട്ടിക്കൽ മൈൽ. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ് എന്താണ്, നോട്ട്. കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്, നോട്ടാണ്. നോട്ട് എന്നതാണ് എന്താണ്, ഒരു നോട്ട് എന്നാൽ മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണെന്ത്, ഒരു നോട്ട് എന്ന്. അപ്പോൾ കപ്പലുകളുടെയും വിമാനത്തിൻ്റെയും വേഗത അളക്കുന്നതിനുള്ള യൂണിറ്റ് ഏതാണ്, നോട്ടാണ്. ഒരു നോട്ട് എന്നാൽ എത്രയാണ്, മണിക്കൂറിൽ ഒരു നോട്ടിക്കൽ മൈൽ എന്ന തോതിൽ സഞ്ചരിക്കുന്ന വേഗമാണെന്ത്, ഒരു നോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ രണ്ട് കൺസെപ്റ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത പോയിൻ്റ് നോക്കാം. സമവേഗവും അസമവേഗവും. ഇത് പിന്നെ സിമ്പിൾ കൺസെപ്റ്റാണ്, നമുക്കത് നേരെ പോയിന്റിലേക്ക് പോയി മനസ്സിലാക്കാം. ഉദാഹരണം പറയണമെന്നില്ല. ചലനത്തിലുള്ള ഒരു വസ്തു തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗം എന്താണ്, സമവേഗം. അപ്പോൾ ചലനത്തിലുള്ള ഒരു വസ്തു എന്താണ്, തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗത്തെ നമ്മൾ എന്ത് പറയും, സമവേഗം എന്ന് പറയും. എന്നാൽ തുല്യ സമയ ഇടവേളയിൽ തുല്യ ദൂരമല്ല സഞ്ചരിക്കുന്നതെങ്കിൽ ആ വസ്തുവിൻ്റെ വേഗത്തെ നമ്മൾ എന്താ പറയുന്നത്, അസമവേഗം എന്നാണ് പറയുന്നത്. അവിടെ സമമല്ല. അപ്പോൾ ചലനത്തിലുള്ളൊരു വസ്തു തുല്യ ഇടവേളകളിൽ തുല്യ ദൂരമാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ആ വേഗത്തെ നമ്മൾ എന്ത് പറയും, സമവേഗം എന്ന് പറയും. ഇനി തുല്യ ഇടവേളകളിൽ തുല്യ ദൂരമല്ല സഞ്ചരിച്ചതെങ്കിൽ ആ വേഗത്തെ നമ്മൾ എന്ത് പറയും, അസമവേഗം എന്നും പറയും. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു വാഹനം ഓടിച്ച് പോവുകയാണെങ്കിൽ ഒരു കിലോമീറ്ററിൽ നമ്മൾ 40 സ്പീഡ് പോവുകയാണെങ്കിൽ അടുത്ത കിലോമീറ്ററിൽ 40 സ്പീഡ് പോവുകയാണെങ്കിൽ അതാണെന്ത്, സമവേഗം എന്ന് പറയുന്നത്. എന്നാൽ നമ്മൾ വാഹനം ഓടിച്ച് പോകുമ്പോൾ ഒരിക്കലും ഈ കാര്യം നടക്കില്ല. ഞാൻ നിങ്ങൾക്ക് ഉദാഹരണം മനസ്സിലാക്കുന്നതിന് വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി നമ്മൾ അതേ വാഹനം ഓടിച്ച് പോകുമ്പോൾ ആദ്യത്തെ ഒരു കിലോമീറ്റർ 40 പോയി, അടുത്ത കിലോമീറ്റർ 60 പോയി, അടുത്ത കിലോമീറ്റർ വീണ്ടും 40 പോയി, അടുത്ത കിലോമീറ്റർ 80 പോയി, ഇങ്ങനെ ഇങ്ങനെ വ്യത്യസ്ത വേഗങ്ങളിൽ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടവേളയിൽ വ്യത്യസ്ത വേഗതയിലാണ് നമ്മൾ പോകുന്നതെങ്കിൽ ആ വേഗതയെ നമ്മൾ എന്ത് പറയും, അസമവേഗം എന്ന് പറയും. അപ്പോൾ സമവേഗവും അസമവേഗവും. ഇനി ഇവിടെ പോയിൻ്റ്, ശരാശരി വേഗം കാണാനുള്ള സൂത്രവാക്യം എന്താണ്, സഞ്ചരിച്ച ആകെ ദൂരത്തെ സഞ്ചരിക്കാനെടുത്ത ആകെ സമയം കൊണ്ട് ഹരിച്ചാൽ എന്ത് ചെയ്യും, ശരാശരി വേഗം കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ വേഗം എപ്പോഴും എന്താണ്, മീറ്റർ പെർ സെക്കൻഡിലാണ് ആക്കേണ്ടത്. അപ്പോൾ നമ്മൾ തന്നത് കിലോമീറ്റർ ആണെങ്കിൽ അതിനെ നമ്മൾ മീറ്ററിലോട്ട് മാറ്റണം. അതേപോലെ തന്ന സമയം മിനിറ്റ് മണിക്കൂറൊക്കെ ആണെങ്കിൽ നമ്മൾ അതിനെ സെക്കൻഡിലോട്ടും മാറ്റണം. അപ്പോൾ വേഗം എപ്പോഴും എന്താണ്, മീറ്റർ പെർ സെക്കൻഡ് യൂണിറ്റാണ് നമ്മൾ ആക്കേണ്ടത്. അത് നോട്ട് ചെയ്ത് വെക്കുക.
അപ്പോൾ ശരാശരി വേഗം എന്ന് പറഞ്ഞാൽ എന്താണ്? സഞ്ചരിക്കാനെടുത്ത ആകെ ദൂരത്തിനെ സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഹരിച്ചാൽ മതി. സഞ്ചരിച്ച ആകെ ദൂരത്തെ സഞ്ചരിക്കാനെടുത്ത സമയം കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? ശരാശരി വേഗം കിട്ടും. ഇത് നമുക്ക് മാത്സിലും വരുന്ന സെയിം ടോപ്പിക് തന്നെയാണ്. അപ്പോൾ ഇവിടെ പഠിച്ചാൽ നിങ്ങൾക്ക് മാത്സിലും ഉപകാരപ്പെടുത്താം. ഓക്കെ, അപ്പോൾ നമ്മൾ സമവേഗവും അസമവേഗവും നമ്മൾ പറഞ്ഞു. അപ്പം സമവേഗവും അസമവേഗവും പറഞ്ഞു. ഇനി സമപ്രവേഗവും അസമപ്രവേഗവും എന്താണെന്നുള്ളത് നോക്കാം. ഒരു വസ്തുവിൻ്റെ ചലനദിശ മാറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ആ വസ്തുവിൻ്റെ പ്രവേഗം എന്താണ്? മാറിക്കൊണ്ടിരിക്കും. ഒരു വസ്തുവിൻ്റെ ചലനദിശ മാറുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? വസ്തുവിൻ്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും. ഒരു വസ്തുവിൻ്റെ ചലനദിശ മാറുന്നതിനനുസരിച്ച് വസ്തുവിൻ്റെ പ്രവേഗവും മാറിക്കൊണ്ടിരിക്കും. ഇനി ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യമായ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ എന്താണ്? ആ വസ്തു സമപ്രവേഗത്തിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എന്താണ്? ഒരു വസ്തുവിൻ്റെ ചലനദിശ മാറിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും? ആ വസ്തുവിൻ്റെ പ്രവേഗവും മാറും. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ചലനദിശ മാറിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ പ്രവേഗവും മാറും. ഇനി ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യമായ ഇടവേളയിൽ തുല്യമായാൽ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യും. അതായത് ഒരു വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യമായ ഇടവേളകളിൽ തുല്യമാവുകയും ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തു എന്താണ്? സമപ്രവേഗത്തിലാണ്. ഇപ്പോൾ ഒരു വസ്തു സമപ്രവേഗത്തിലാകുന്നത് എപ്പോഴാണ്? ആ വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യമായ ഇടവേളകളിൽ തുല്യമാവും. രണ്ടാമത്തെ കാര്യം, ഒരേ ദിശയിൽ സഞ്ചരിക്കും. അപ്പോൾ ഒരേ ദിശയിൽ സഞ്ചരിക്കുകയും ആ വസ്തുവിൻ്റെ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യമായ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ചെയ്യുമ്പോൾ ആ വസ്തു നമുക്ക് സമപ്രവേഗത്തിലാണ് എന്ന് പറയാം. സമപ്രവേഗത്തിലാകാനുള്ള രണ്ട് മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്? സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ സമയ ഇടവേളകളിൽ തുല്യമായിരിക്കും. രണ്ടാമത്തത്, ഒരേ ദിശയിൽ സഞ്ചരിക്കണം. ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ സ്ഥാനാന്തരത്തിൻ്റെ അളവ് തുല്യ സമയങ്ങളിൽ തുല്യ ഇടവേളകളിൽ തുല്യമായിരിക്കുകയും ചെയ്താൽ എന്താണ്? ആ വസ്തു സമപ്രവേഗത്തിലാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഇനി സമപ്രവേഗത്തിനൊരു ഉദാഹരണമാണ് എന്ത്? പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത്. പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് സമപ്രവേഗത്തിന് ഉദാഹരണമാണ്. അസമപ്രവേഗത്തിന് ഉദാഹരണമാണ് സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് നീങ്ങുന്ന ട്രെയിൻ. നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് നീങ്ങുന്ന ട്രെയിൻ എന്താണ്? അസമപ്രവേഗത്തിന് ഉദാഹരണമാണ്. നമ്മൾ SCRT ഫാക്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ ഇതുപോലെ ഇതന്നെ കോപ്പി പേസ്റ്റായി ചോദിക്കാൻ സാധ്യതയുണ്ട്. നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ പ്രകാശം ശൂന്യതയിലൂടെ സഞ്ചരിക്കുന്നത് എന്തിന് ഉദാഹരണമാണ്? സമപ്രവേഗത്തിന് ഉദാഹരണമാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പുറപ്പെട്ട് നീങ്ങുന്ന ട്രെയിൻ എന്തിന് ഉദാഹരണമാണ്? അസമപ്രവേഗത്തിന് ഉദാഹരണമാണ്. ഇപ്പോൾ രണ്ട് ഉദാഹരണങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. അടുത്തതാണെന്ത്? ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ. ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ. നമ്മൾ കാർ ഓടിക്കുന്നവർക്കറിയാം ആക്സിലേറ്റർ എന്ന് നമ്മൾ പറയും. അപ്പോൾ ത്വരണം അല്ലെങ്കിൽ ആക്സലറേഷൻ എന്താണ് എന്നുള്ളത് നോക്കാം. ത്വരണം കണ്ടെത്താനുള്ള സൂത്രവാക്യം എന്താണ്? ത്വരണം സമം പ്രവേഗമാറ്റം ബൈ സമയം v-u/t ആണെന്ത്? A. ത്വരണം എന്നാണ് പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണെന്ത്? ത്വരണം എന്ന് പറയുന്നത്. പ്രവേഗത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ നിരക്കാണ് എന്ത്? ത്വരണം എന്ന് പറയുന്നത്. അപ്പോൾ പ്രവേഗത്തിലുണ്ടാകുന്ന മാറ്റത്തിൻ്റെ നിരക്ക് അല്ലെങ്കിൽ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണെന്ത്? ത്വരണം. അത് കണ്ടെത്താനുള്ള സൂത്രവാക്യം എന്താണ്? ത്വരണം സമം പ്രവേഗമാറ്റം ബൈ സമയം. പ്രവേഗമാറ്റത്തെ സമയം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ത്വരണം കിട്ടും. ത്വരണം കണ്ടെത്താൻ എന്താണ്? പ്രവേഗമാറ്റം ബൈ സമയം. അപ്പോൾ പ്രവേഗമാറ്റത്തിൻ്റെ നിരക്കാണെന്ത്? ത്വരണം. അപ്പോൾ പ്രവേഗമാറ്റത്തെ സമയം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ത്വരണം കണ്ടെത്താൻ കഴിയും. സൂത്രവാക്യം A സമം v-u/t. v-u/t. v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, പ്രവേഗം. ഓക്കെ, u എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച്. ഇനി ത്വരണം എന്താണ്? ഒരു സദിശ അളവാണ്. ത്വരണം എന്താണ്? ഒരു സദിശ അളവാണ്. അപ്പോൾ സ്ഥാനാന്തരവും പ്രവേഗവും ത്വരണവും എന്താണ്? സദിശ അളവാണ്. സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം എന്നിവ എന്താണ്? സദിശ അളവുകൾക്ക് ഉദാഹരണമാണ്. സ്ഥാനാന്തരം, പ്രവേഗം, ത്വരണം എന്നിവ എന്താണ്? സദിശ അളവുകൾക്ക് ഉദാഹരണമാണ്. ഇനി ത്വരണം ഉണ്ടാകുന്ന ചില സന്ദർഭങ്ങൾ നോക്കാം. തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം, അതേപോലെ ഉരുട്ടിവിട്ട പന്ത് നിശ്ചലമാകുന്നത്,
അതുപോലെ എന്താണ് ഇറക്കത്ത് ഉരുട്ടിവിട്ട പന്തിൻ്റെ ചലനമൊക്കെ എന്താണ് ത്വരണത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ത്വരണം നടക്കുന്നതിന് ഉദാഹരണമാണത് തെങ്ങിൽ നിന്ന് താഴേക്ക് പതിക്കുന്ന തേങ്ങയുടെ ചലനം. അടുത്തത് ഉരുട്ടിവിട്ട പന്ത് നിശ്ചലമാകുന്നത്. അതുപോലെ എന്താണ് ഇറക്കത്തിൽ ഉരുട്ടിവിട്ട പന്തിൻ്റെ ചലനമൊക്കെ എന്താണ് ത്വരണത്തിൻ്റെ ഉദാഹരണങ്ങളാണ്. ഇനി ആദ്യപ്രവേഗവും അന്ത്യപ്രവേഗവും. ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും അതിൻ്റെ ആദ്യ പ്രവേഗം എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ ആദ്യ പ്രവേഗം 0 ആയിരിക്കുന്ന സന്ദർഭങ്ങൾ ഏതൊക്കെയാണ്? ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോൾ ഒന്നാമത്തേത്. രണ്ടാമത്തേത് എന്താണ്? അത് നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ. ഒരു വസ്തു നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും അതുപോലെ നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും എന്താണ് അതിൻ്റെ ആദ്യ പ്രവേഗം എപ്പോഴും 0 ആയിരിക്കും. ഇനി ഒരു വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോഴും ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം എന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ ആദ്യ പ്രവേഗം 0 ആകുന്ന സന്ദർഭം എന്താണ്? ആദ്യ പ്രവേഗവും അന്ത്യപ്രവേഗവും എന്താണ്? വസ്തു നിശ്ചലാവസ്ഥയിലാകുമ്പോൾ അതിൻ്റെ അന്ത്യപ്രവേഗം 0 ആയിരിക്കും. നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര ആരംഭിക്കുമ്പോഴും അതേപോലെ നിർബാധം താഴേക്ക് പതിക്കുമ്പോഴും എന്തായിരിക്കും? അതിൻ്റെ ആദ്യ പ്രവേഗം 0 ആയിരിക്കും. അപ്പോൾ നിശ്ചലാവസ്ഥയിലാകുമ്പോൾ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം 0 ആയിരിക്കും. അതുപോലെ എന്താണ്? മുകളിലേക്ക് എറിയപ്പെടുന്ന വസ്തുക്കൾ അതിൻ്റെ സഞ്ചാരപഥത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോഴും അന്ത്യപ്രവേഗം 0 ആയിരിക്കും. അപ്പോൾ ആദ്യ പ്രവേഗം 0 ആയിരിക്കുന്ന രണ്ട് സന്ദർഭങ്ങൾ എന്താണ്? ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ ഒന്നാമത്തേത്, പിന്നെ നിർബാധം താഴേക്ക് പതിക്കുമ്പോഴേ അതിൻ്റെ ആദ്യ പ്രവേഗം 0 ആയിരിക്കും. ഇനി അന്ത്യപ്രവേഗത്തിൻ്റെ കാര്യമാണെങ്കിലോ അന്ത്യപ്രവേഗം 0 ആയിരിക്കുന്ന ഒന്നാമത്തെ സന്ദർഭം വസ്തു നിശ്ചലാവസ്ഥയിലായിരിക്കുമ്പോൾ എന്തായിരിക്കും? അന്ത്യപ്രവേഗം 0 ആയിരിക്കും. പിന്നെ എന്താണ്? ഒരു വസ്തു നമ്മൾ മുകളിലേക്ക് എറിയുമ്പോൾ എന്തു ചെയ്യും? അതിൻ്റെ സഞ്ചാരപഥത്തിലെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് എത്തുമ്പോൾ, നമ്മളൊരു വസ്തു ഒരു കല്ല് മുകളിലേക്ക് എറിയുകയാണ് വിചാരിക്കുക. ആ കല്ല് ഏറ്റവും ഉയരത്തിൽ എത്തുന്ന ആ പോയിൻ്റ്, ഏറ്റവും മുകളിലെത്തുന്ന ആ പോയിൻ്റിൽ അതിൻ്റെ അന്ത്യപ്രവേഗം എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നിശ്ചലാവസ്ഥയിലും മുകളിലേക്ക് എറിയുമ്പോൾ അതിൻ്റെ ഏറ്റവും ഉയരത്തിലെത്തുന്ന ആ സന്ദർഭത്തിലും അതിൻ്റെ അന്ത്യപ്രവേഗം 0 ആയിരിക്കും. അപ്പോൾ ആ രണ്ട് കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ത്വരണം നമ്മൾ പഠിച്ചു. ഇനി മന്ദീകരണം എന്താണ് എന്നുള്ളത് നോക്കാം. മന്ദീകരണം അല്ലെങ്കിൽ റീടാർഡേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? ത്വരണം നെഗറ്റീവ് ആവും. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന നെഗറ്റീവ് ത്വരണങ്ങളെയാണ് നമ്മൾ മന്ദീകരണം എന്ന് പറയുന്നത്. മന്ദീകരണത്തിൻ്റെ യൂണിറ്റും എന്താണ്? മീറ്റർ/സെക്കൻഡ് സ്ക്വയറാണ്. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ എന്ത് ചെയ്യും? ത്വരണം നെഗറ്റീവ് ആവും. ഇങ്ങനെ ഉണ്ടാകുന്ന നെഗറ്റീവ് ത്വരണമാണെന്ത്? മന്ദീകരണം എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ/സെക്കൻഡ് സ്ക്വയർ തന്നെയാണ്. മന്ദീകരണം അല്ലെങ്കിൽ റീടാർഡേഷൻ എന്ന് പറയും. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഉണ്ടാകുന്ന നെഗറ്റീവ് ത്വരണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മന്ദീകരണം അല്ലെങ്കിൽ റീടാർഡേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ യൂണിറ്റ് എന്താണ്? മീറ്റർ/സെക്കൻഡ് സ്ക്വയറാണ്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് നമ്മൾ എന്താണ്? കാറ് ഇയിൽ നിന്ന് എഫിലേക്ക് മാറുമ്പോൾ വേഗം കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ? പ്രവേഗ മാറ്റത്തിൻ്റെ നിരക്ക് എത്ര? നമ്മൾക്ക് മുകളിൽ തന്ന ആ ഒരു ഫോട്ടോയിലാണ് ഈ കോളം പൂരിപ്പിച്ചാലാണ് നമുക്ക് അത് കണ്ടെത്താൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇയിൽ നിന്ന് എഫിലേക്ക് പോകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ 6 മീറ്റർ/സെക്കൻഡ് ഉണ്ടാകുന്നത് എഫിലേക്ക് എത്തുമ്പോൾ എന്താവും? 0 മാറും. അപ്പോൾ ഇവിടെ 6 എന്നുള്ളത് എന്താണ്? 0 വരും. ഇവിടെ നെഗറ്റീവാണ് സംഭവിക്കുന്നത്. ഇതിപ്പോൾ നമുക്കൊരു ചാർട്ട് തന്നിരിക്കുന്നത് ഒരു കാറിൻ്റെ ആക്സിലറേഷനാണ്. ആദ്യം 0 നിന്ന് തുടങ്ങി, പിന്നെ അതെന്തായി 5 മീറ്റർ/സെക്കൻഡായി ബിയിലേക്ക് എത്തുമ്പോൾ 5 സെക്കൻഡ് കൊണ്ട്, 10 സെക്കൻഡ് കൊണ്ട് അതെന്തായി 10 മീറ്റർ/സെക്കൻഡായി സിയിൽ. ഇനി ഡിയിൽ എത്തുമ്പോൾ 15 സെക്കൻഡിൽ 10 മീറ്റർ/സെക്കൻഡായി. പിന്നീട് എന്താണ്? ഡിയിൽ നിന്ന് ഇയിലേക്ക് പോകുമ്പോഴും ഇയിൽ നിന്ന് എഫിലേക്ക് പോകുമ്പോഴും അപ്പോൾ എന്താണ്? നമ്മൾ അതിൻ്റെ ആക്സിലറേഷൻ കുറയ്ക്കുകയാണ്. അതായത് കാർ ഓടിക്കുമ്പോൾ അതിൻ്റെ ആക്സിലേറ്റർ കുറച്ച് നമ്മൾ കാറ് നിർത്തുന്ന സമയമാണ്. ആ സമയത്ത് നമ്മൾ എന്താണ്? ഇവിടെ രണ്ട് സമയത്തും എന്താണ്? ഇതിൻ്റെ ത്വരണം നെഗറ്റീവിലാണ് വരുന്നത്. 10 നിന്ന് 6 6 നിന്ന് 0 ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് ത്വരണങ്ങളെയാണ് നമ്മൾ മന്ദീകരണം എന്ന് പറയുന്നത്.
ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അതാണ് മന്ദീകരണം. ഓക്കെ, അതിൻ്റെ ഇത് എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. നിങ്ങളിൽ കാർ ഓടിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആ കാർ ഓടിക്കുന്ന സമയത്ത് ഇതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ എന്താണ്, നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോൾ കാറ് നിർത്തുന്ന ആ സമയത്ത് സംഭവിക്കുന്നത് എന്താണ്? ത്വരണം നെഗറ്റീവ് ആകും. അതാണ് എന്ത്? മന്ദീകരണമെന്ന് പറയുന്നത്. ഇനി ഇവിടെ ചീറ്റപ്പുലിയുടെ കാര്യം പറയുന്നുണ്ട്. എൻ്റെ പേര് ചീറ്റപ്പുലി, എനിക്ക് വളരെ ഉയർന്ന വേഗം സാധ്യമാണ്. 25 മീറ്റർ പെർ സെക്കൻഡ് മുതൽ 30 മീറ്റർ പെർ സെക്കൻഡ് വരെയാണ് എന്ത്? ചീറ്റപ്പുലിയുടെ വേഗത. 2 സെക്കൻഡ് കൊണ്ട് എൻ്റെ വേഗം 0 നിന്ന് 20 മീറ്റർ പെർ സെക്കൻഡ് വരെ ഉണ്ടാകും. എങ്ങനെയുണ്ട് എൻ്റെ ത്വരണം? അപ്പോൾ ത്വരണം ഏറ്റവും കൂടിയ ഒരു ജീവിയാണെന്ത്? ചീറ്റപ്പുലി. ചീറ്റപ്പുലിയുടെ പ്രത്യേകത എന്താണ്? അതിൻ്റെ വേഗം 0 നിന്ന് 20 മീറ്റർ പെർ സെക്കൻഡ് വരെ ആകാൻ വെറും 2 സെക്കൻഡ് മതി. അപ്പോൾ ചീറ്റപ്പുലിയുടെ വേഗത എന്ന് പറഞ്ഞാൽ 25 മീറ്റർ പെർ സെക്കൻഡ് മുതൽ 30 മീറ്റർ പെർ സെക്കൻഡ് വരെയാണ്. പക്ഷേ അതിൻ്റെ ആക്സിലറേഷൻ പവർ അല്ലെങ്കിൽ ത്വരണത്തിൻ്റെ കഴിവ് എന്ന് പറഞ്ഞാൽ വെറും 2 സെക്കൻഡ് കൊണ്ട് 0 നിന്ന് 20 മീറ്റർ പെർ സെക്കൻഡ് വരെ ഉണ്ടാകും. അതാണ് ചീറ്റപ്പുലിയുടെ ത്വരണം. അപ്പോൾ ഏറ്റവും കൂടുതൽ ത്വരണമുള്ള ഒരു ജീവിയാണെന്ത്? ചീറ്റപ്പുലി. ത്വരണം എന്ന് പറയുന്നത് നമ്മൾ 0 നിന്ന് മാക്സിമം സ്പീഡിലേക്ക് എത്താൻ എടുക്കുന്ന ആ ഒരു സമയത്താണ്. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് 0 നിന്ന് 20 മീറ്റർ പെർ സെക്കൻഡിലേക്ക് എത്താൻ ചീറ്റപ്പുലിക്ക് കഴിയും. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമുക്ക് ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. പിന്നെ ഇവിടെ ആക്സിഡൻറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ ആക്സിഡൻറ്റ് ഇല്ലാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അത്രയാണ് നമുക്കെന്ത് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇനി നമുക്കിവിടെ ത്വരണം നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് കണ്ടെത്താനാണ്. നിരപ്പായ തറയിൽ ഉരുളുന്ന പന്തിൻ്റെ ത്വരണം എന്താണ്? നെഗറ്റീവായിരിക്കും. കാരണം അതിങ്ങനെ നിരപ്പായ തറയിലാകുമ്പോൾ അതിങ്ങനെ ഉരുണ്ട് അത് സ്റ്റോപ്പാവും. സ്റ്റേഷനിൽ നിന്ന് യാത്ര ആരംഭിച്ച ട്രെയിനിൻ്റെ ആണെങ്കിലോ? യാത്ര ആരംഭിച്ച ട്രെയിനിൻ്റെ ആണെങ്കിൽ പോസിറ്റീവായിരിക്കും ത്വരണം. നേരെ മറിച്ച് യാത്ര അവസാനിപ്പിക്കുന്ന ട്രെയിനിൻ്റെ ആണെങ്കിൽ നെഗറ്റീവായിരിക്കും. രണ്ടും നോട്ട് ചെയ്ത് വെക്കുക. ഇനി മുകളിലേക്ക് എറിയപ്പെട്ട കല്ല് മുകളിലേക്ക് പോകുന്ന അവസ്ഥയിലും താഴേക്ക് വരുന്ന അവസരത്തിൽ എന്തായിരിക്കും? മുകളിലേക്ക് പോകുന്ന അവസ്ഥയിൽ അതിൻ്റെ ത്വരണം എന്തായിരിക്കും? പോസിറ്റീവായിരിക്കും. ഇനി താഴേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ത്വരണം നെഗറ്റീവായിരിക്കും. അപ്പോൾ ഈ ഉദാഹരണങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത്രയാണ് എന്ത് ഇതിൽ. ഇനി നമുക്കിവിടെ വിലയിരുത്താതെ പഠന പ്രവർത്തനത്തിൽ തന്ന ഒന്നാണ് കൂട്ടത്തിൽ പെടാത്തത്: പ്രവേഗം, ത്വരണം, വേഗം, സ്ഥാനാന്തരം. അപ്പോൾ ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ത്വരണമാണ്. വേഗം, സ്ഥാനാന്തരം, പ്രവേഗമൊക്കെ എന്താണ്? കൂട്ടത്തിൽ പെടാത്തത് ഇതിൽ വരുന്നത് ത്വരണമാണ്. ത്വരണം എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷനും പവറാണ്. ഓക്കെ, ഇനി താഴെ ചില സന്ദർഭങ്ങൾ വന്നിട്ട് വസ്തുവിന് ത്വരണമുണ്ടോ എന്ന് പറയാനാണ്. ഒരു വസ്തു നേർരേഖയിൽ സമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ അതിന് ത്വരണമുണ്ടോ? ത്വരണമില്ല. ഒരു വസ്തു നേർരേഖയിൽ അസമപ്രവേഗത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ അതിന് ത്വരണം ഉണ്ട്. ഒരു വസ്തു വൃത്തപാതയിൽ സമവേഗത്തിൽ സഞ്ചരിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യും? സമവേഗത്തിലാവുമ്പോൾ അതിന് ത്വരണമില്ല. ഒരു വസ്തു വൃത്തപാതയിൽ അസമവേഗത്തിൽ സഞ്ചരിക്കുമ്പോൾ ത്വരണം ഉണ്ടാവും. അപ്പോൾ ഒരു വസ്തു എപ്പോഴും അസമവേഗത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് അതിന് ത്വരണം ഉണ്ടാകുന്നത്. അസമവേഗത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് എന്ത് ത്വരണം ഉണ്ടാകുന്നത്. സമവേഗത്തിലാകുമ്പോൾ അതിന് ത്വരണം ഉണ്ടാകുന്നില്ല. ഇത്രയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു ചാപ്റ്ററുമായി ഈ മോഡ്യൂളിൽ തന്നെ ഉള്ള അടുത്തൊരു ചാപ്റ്ററുമായിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.